പണിക്കർ ശ്രീത്ത് ഇവിടെ വി എസിൻ്റെ പ്രസക്തി നമുക്കറിയാം. 6 വർഷം നിശബ്ദനായിരുന്ന ഒരു മനുഷ്യൻ 2019 അദ്ദേഹം നമ്മുടെ പൊതുസമൂഹത്തിലില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുമ്പോൾ കേരളം എത്രത്തോളം വേദനയോടാണ് അതിനെ കണ്ടതെന്നും എത്ര വലിയ ആദരമാണ് അത് നൽകിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഈ മരിച്ച ശേഷം നേരത്തെ പറയുന്നുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറഞ്ഞ കാര്യം, മരിച്ച ശേഷം വിശുദ്ധനാക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയമാണെന്നൊക്കെ പറയുമ്പോൾ പോലും വി എസിനെ കുറിച്ച് ഇപ്പോൾ നേതാക്കൾ തന്നെ എത്ര വലിയ തോതിലാണ് സംസാരിക്കുന്നത്. വലിയ അവദാനങ്ങൾ അവർ വാഴ്ത്തിപ്പാടുന്ന എത്രയോ കാര്യങ്ങൾ പറയുന്നു. വി എസുമായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾ അവർ വലിയ തോതിൽ പൊക്കി പശ്ചാത്തലമുണ്ട്. അവിടെയാണ് തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ പിരപ്പൻകോട് മുരളി, ഇപ്പോൾ ഇന്ന് വളരെ കൃത്യമായി കുറച്ചുകൂടി തീക്ഷ്ണമായി എഴുതുകയാണ് ശ്രീ സുരേഷ് കുറുപ്പ്. എങ്ങനെ നിരീക്ഷിക്കണം വി എസിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസക്തിയെ? വി എസിന്റെ രാഷ്ട്രീയ പ്രസക്തി എല്ലാ കാലവും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം നിശബ്ദനായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെങ്കിൽ ഏത് തരത്തിൽ പ്രതികരിക്കുമായിരുന്നു എന്ന രീതിയിലത്തേക്ക് കേരളീയ പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാം തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പല തീരുമാനങ്ങൾ, പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പല തീരുമാനങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ചർച്ച ചെയ്തതാണ്. എന്ന് വെച്ചാൽ അനാരോഗ്യത്തോടുകൂടി നിശബ്ദതയിലേക്ക് പോയിരുന്ന വി എസിനെ പോലും കേരളീയ പൊതുസമൂഹം ഒരു ചർച്ചയാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ ഒരുപക്ഷെ ശ്രീ ഉമ്മൻചാണ്ടിയുടേതിന് സമാനമായ രീതിയിലത്തേക്കുള്ള ഒരു പൊതുജന വികാരം നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന രീതിയിലത്തേക്കുള്ള വിശേഷണമൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടാവുകയും അത് പല CPM നേതാക്കന്മാരെയും അസ്വസ്ഥരാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം അതാണ്. അപ്പൊ അതിനുശേഷം ശ്രീ പിരപ്പൻകോട് മുരളിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമാണെങ്കിലും പിന്നീട് ഇപ്പോൾ ശ്രീ സുരേഷ് കുറുപ്പിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും കേവലം പ്രതികരണമല്ലാതെ 2 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ എന്ന രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് ഇന്നുണ്ടാകുന്ന ഒരു ആരോപണമോ ഇന്നുണ്ടാകുന്ന ഒരു വെളിപ്പെടുത്തലോ അല്ല. ഒരു പക്ഷേ ശ്രീ പിരപ്പൻകോട് മുരളിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ശ്രീ സുരേഷ് കുറുപ്പിന്റെ ഭാഗത്ത് നിന്നോ ഇപ്പോൾ ഇത് വന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2012 ഇതിന് സമാനമായിട്ടുള്ള ആദ്യ വിഷയം, അതായത് ഇപ്പൊ 2 സമ്മേളനങ്ങളാണല്ലോ, 2012 തിരുവനന്തപുരത്തും 2015 ആലപ്പുഴയിലും നടന്നിരിക്കുന്ന 2 സമ്മേളനങ്ങളാണ്. ഈ സമ്മേളനങ്ങളിൽ 2ലും ഇതേ രീതിയിലത്തേക്കുള്ള പരാമർശം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ 2012 ആദ്യമായിട്ട് ഒരുപക്ഷെ ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് അത് വളരെ കൃത്യമായിട്ട് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ വാക്ക് ഉപയോഗിച്ചിരുന്നത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള റെഫറൻസും റിപ്പോർട്ടിങ്ങും അന്ന് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ശ്രീ പിരപ്പൻകോട് മുരളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം അന്ന് 2012 തിരുവനന്തപുരത്തുണ്ടായിരുന്ന പാർട്ടിയുടെ 20ാം കോൺഗ്രസ്, അതിനുശേഷം നടന്നിരിക്കുന്ന പൊതുസമ്മേളനം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തരണമെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ആൾ വി എസ് ആണ്. അപ്പോ ക്യാപിറ്റൽ പണിഷ്മെന്റ് വി എസിന് കൊടുക്കണം എന്നൊരു റെഫറൻസ്, എന്നൊരു പരാമർശം, എന്നൊരു ആരോപണം അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ വി എസ് എന്തിനാ വെറുതെ ഇത് പറയുന്നത്? കയ്യിൽ നിന്നിട്ട് അത് പറയുന്ന കാര്യം എന്താണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? താനൊരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് കയ്യൂരിലും പുന്നപ്രയിലും വയലാറിലും എല്ലാം തന്നെ വെടിയുണ്ടകളെ നേരിട്ട ഒരു കമ്മ്യൂണിസ്റ്റിന് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ ഭയമില്ല എന്നാണ് അദ്ദേഹം അത് പറയുന്നത്. അന്ന് അത് അദ്ദേഹം പറയുന്ന സമയത്ത് അന്ന് വേദിയിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അതിലൊന്ന് അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരംഗത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ തന്നെ ഇരുത്തിക്കൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള ഒരു കാര്യം പരസ്യമായിട്ട് തന്നെ ആ വേദിയിൽ പറഞ്ഞിരിക്കുന്ന ആളിനെ നമ്മൾ എന്തിനാ അവിശ്വസിക്കുന്നത്? വെറുതെ ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ അദ്ദേഹം സംസാരിക്കും എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? എന്നിട്ട് തുടർന്ന് അദ്ദേഹം സംസാരിച്ചിരുന്ന സമയത്ത് ഈ പാർട്ടി ഇന്നും നാളെയും ആവശ്യമുള്ളതാണ്, അതിന്റെ പ്രതിച്ഛായ നശിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അവിടെ സംസാരിച്ച മറ്റൊരാളുണ്ട്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വി എസിനെയും ഈ പാർട്ടി എന്നതുപോലെ തന്നെ ഇന്നും നാളെയും നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞു. അന്ന് ലാൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയാണ്, രഞ്ജിത്തിന് ഓർമ്മയുണ്ടാകും. ആ വർഷം 2012 അവസാനമാണ് അതിൽ വി എസിനൊന്നും എതിരെ കുറ്റമില്ല എന്ന രീതിയിലേക്ക് കോടതിയൊക്കെ തന്നെ കണ്ടെത്തുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അത് പറഞ്ഞുകൊണ്ട് ആരും അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പൊ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു റെഫറൻസ് അവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ 2 നേതാക്കന്മാർ വി എസും കോടിയേരി ബാലകൃഷ്ണനും അതേ കാര്യം തന്നെ പിന്നീട് പറയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, അതേ വർഷം തന്നെ ഈ 2012 അതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലുള്ള മലയാള മാധ്യമങ്ങളായിക്കോട്ടെ ഇംഗ്ലീഷ് മാധ്യമങ്ങളായിക്കോട്ടെ ഇത് വളരെ കൃത്യമായിട്ട് സ്വരാജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പൊ സ്വരാജ് അല്ല അത് പറഞ്ഞത് എങ്കിൽ, തനിക്കെതിരെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണമാണ് എന്നുണ്ട് എങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാത്തത്? ഏറ്റവും കൃത്യമായിട്ട് ഈ പരാമർശം നടത്തിയിരിക്കുന്നത്
പിണറായിയുടെ ക്രോണി ആയിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ ഒക്കെ ചങ്ങാതിയായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള എം സ്വരാജ് ആണ് എന്നും ഒറ്റുകൊടുക്കുന്ന ആൾക്കാർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റിനേക്കാൾ കുറഞ്ഞൊരു ശിക്ഷ നൽകേണ്ടതില്ല എന്നും പറഞ്ഞിരിക്കുന്നത് സ്വരാജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷവും ഇന്നുകൂടി ഞാൻ പരിശോധിച്ചതാണ്, അവരുടെ ഓൺലൈനിൽ അവിടെ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ഇത്രത്തോളം വ്യക്തമായിട്ടുള്ള പരാമർശം നടത്തിയിരിക്കുന്ന ഈ മാധ്യമത്തിനെതിരെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അപ്പൊ അതിനുശേഷമാണ് ഈ 2015 സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് ഒരുപക്ഷെ അത് പറഞ്ഞിരിക്കുന്നത് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള മറ്റൊരു നേതാവാണ്, വനിതാ നേതാവാണ് എന്ന് പറയുന്നു. അത് ഇപ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ വെളിപ്പെടുത്തൽ എന്ന രീതിയിലത്തേക്ക് ശ്രീ സുരേഷ് കുറുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അന്നും ഈ സമ്മേളനത്തിനിടെ VS അവിടെ നിന്ന് പിണങ്ങിപ്പോയി എന്നും അദ്ദേഹം വീട്ടിലേക്ക് പോയി എന്നും അദ്ദേഹം തുടർന്നതിൽ പങ്കെടുക്കുന്നില്ല എന്നും ഒക്കെ പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പൊ അതിനൊരു കാരണം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാരണം ഇന്നതാണ് എന്ന് പറയുകയും പിന്നീട് ഒരു വനിതാ നേതാവ് തന്നെ വന്നിട്ട് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും അതേപോലെ തന്നെ ഒഫീഷ്യൽ പക്ഷത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അടക്കമുള്ള ആൾക്കാർ പറയുകയുമാണ്, ഞാനും കൂടി പങ്കെടുത്തിരുന്ന സമ്മേളനങ്ങളാണല്ലോ ഇതൊക്കെ, അവിടെ ഒന്നും ആരും വന്ന് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ശ്രീ വി ശിവൻകുട്ടി ഇപ്പൊ പറയുകയാണ്. നമ്മുടെ നിയമസഭയിൽ 2016 മറ്റോ ആണല്ലോ ഈ കയ്യാങ്കളി നടക്കുന്നത്. അങ്ങനെ കയ്യാങ്കളി നടന്നിട്ടുണ്ട് എന്ന് ശ്രീ വി ശിവൻകുട്ടി ഏതെങ്കിലും ഒരു സമയത്ത് സമ്മതിച്ചിട്ടുണ്ടോ? നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. അപ്പൊ അദ്ദേഹം തനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇതാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് പുറത്തേക്ക് ഒരു സ്റ്റാമ്പ് അടിച്ചാൽ ആ സ്റ്റാമ്പിന് എത്രത്തോളം വിശ്വാസ്യതയാണുള്ളത്? ഞാൻ പറയുന്നത്, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു പക്ഷത്തു നിന്ന് CPM-ന്റെ പല ആൾക്കാരുടെയും അഭിപ്രായം വന്നിരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആരാണ്? അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ പിരപ്പൻകോടി മുരളിയാണെങ്കിലും ശ്രീ സുരേഷ് കുറുപ്പ് ആണെങ്കിലും പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾക്കാണ് വിശ്വാസ്യത എന്ന് കാണാം. അവരെ അവിശ്വസിക്കേണ്ടത് എന്തിനാണ്? മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഒന്നുമല്ലല്ലോ. ഇപ്പം ശ്രീ മുരളി തന്നെ പറഞ്ഞിരിക്കുന്നു, നോക്കൂ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഏതാണ്ട് 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്റെ പുസ്തകം വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ടോ അതുവഴി പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ ഞാൻ AKG കുറിച്ചും VMS-നെ കുറിച്ചും നായനാരെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? ഇതേപോലെ തന്നെ ഇയാൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആരോപണം നിങ്ങൾക്ക് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമുണ്ട്. അതിന് ആദ്യം ശ്രീ പിരപ്പൻകോട് മുരളി 50 പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് ഈ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് അറിയണം. ശരി, അത്രത്തോളം ഇപ്പോൾ വ്യത്യാസം വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട്